ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ജേണി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4 മണിക്കൂറാണ് കേട്ടോ. നമ്മൾ കയറി ഉടനെ തന്നെ മലയാളത്തിലുള്ള അനൗൺസ്മെന്റ് ഒക്കെ കേട്ടായിരുന്നു. വിമാനയാത്രാ വേളയിൽ ഒരു അവസരത്തിലും നിങ്ങളുടെ സാധനങ്ങൾ നടപാതയിൽ കഴിക്കാൻ പാടില്ല. അതിനുശേഷം അധികം താമസിക്കാതെ തന്നെ നമ്മുടെ എയറോസ്റ്റർമാർ ഫോറിൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഫില്ല് ചെയ്യേണ്ട ഒരു ഫോം കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ ഡിന്നർ ടൈം ആയതുകൊണ്ട് നമുക്ക് ഡിന്നർ കൊണ്ടുവന്നു. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ കുറച്ച് നേരം TV ഒക്കെ കണ്ടപ്പോഴേക്കും കൊച്ചിയിലെത്തിട്ടോ. അപ്പോൾ കൊച്ചിയിലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ ഈ ഒരു അനൗൺസ്മെന്റ് കേട്ടോ, യാത്ര ചെയ്തതിന് നന്ദി. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഉന്തും താളം കണ്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇമിഗ്രേഷനിലേക്ക് നടന്നു. ഇമിഗ്രേഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോറിൻ പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ക്യൂവും അല്ലാതെയുള്ള ബാക്കി നോർമൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർ റൈറ്റ് സൈഡിലെ ക്യൂവിലാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫോറിൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ഏതാണ്ട് ഒരു 10-15 മിനിറ്റിന്റെ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ കണ്ണിന്റെ സ്കാൻ എടുക്കും, ഫിംഗർ പ്രിന്റ്സ് എടുക്കും. ഇതൊക്കെ ചെയ്ത ശേഷമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. താഴത്ത് നമുക്ക് ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. അതേപോലെ കൺവെയർ ബെൽറ്റിൽ കൂടെ നമ്മുടെ ബാഗേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാഗേജൊക്കെ എടുത്തിട്ട് എല്ലാ പ്രാവശ്യം പോലെ